ഗ്യൂറമൻ ടീമും കൂടി ആവശ്യത്തിന് മദ്യമൊക്കെ കുടിച്ചിട്ട് ബാറിൽ നിന്നും വെളിയിലേക്കൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു റൗണ്ട് കൂടി മദ്യമൊക്കെ കുടിച്ചാലോ എന്നൊക്കെ കിം ചോദിക്കുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ ഗ്യൂറും അവിടെ നിന്ന് മുങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്യുംഹ അവിടെ തന്നെയായിരുന്നു നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. സോ ക്വാങ്ഹി കൂടി ക്യുംഹനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. കൃത്യമായിട്ട് മുങ്ങേണ്ട സമയത്ത് മുങ്ങുവാനായിട്ടൊന്നും നിനക്ക് അറിയിക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു അവനും അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നീ ഇതുവരെയായിട്ടും ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുകയായിരുന്നു അവളും. അതേസമയം അവൾ പറയുന്നത് കള്ളമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തിരിയുന്ന സമയത്ത് അവൻ സ്ലിപ്പായി വീഴുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. ഈ ഒരു സമയത്ത് അവളായിരുന്നു അവന് പിടിച്ചൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നതും അവന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ വല്ലാതെ കൂടുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവനും അവിടെ നിന്ന് ഓടിയൊക്കെ പോകുന്നു. ബ്യൂൾ ഒരു ബുക്കൊക്കെ എടുക്കാനായിട്ട് കഷ്ടപ്പെടുന്ന സമയത്തായിരുന്നു ജിയോണും ബുക്ക് സ്റ്റോറിലൊക്കെ എത്തിയിട്ട് അവൾക്ക് ബുക്കൊക്കെ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഉൺഹോയും സിഹുണും കൂടി ചേർന്നിട്ട് ഇന്ന് ഈവനിങ് ഒരു മൂവിക്കൊക്കെ പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ബ്യൂൾ വഴി ജിയോൺ അറിയുന്നത്. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സിയോജൂണും അവർ ഡേറ്റിന് പോവുകയാണെന്നൊക്കെ ആയിരുന്നു ജൂണെ അറിയിച്ചതും. ഉൺഹോയും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും തന്നെ ജിയോൺ തിരിച്ച് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ട് അവനും ജിയോന്റെ റൂമിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നേരത്തെ അവന്റെ ഫോണിൽ നിന്നും മിസ്സായി പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റിക്കറൊക്കെ അവളുടെ മേശയിലൊക്കെ ഇരിക്കുന്നത് അവനും കാണുന്നു. അപ്പോഴായിരുന്നു അവിടെ ജിയോണും എത്തിയിട്ടുണ്ടായിരുന്നത്. നിനക്ക് പോയിട്ട് കുറച്ച് തിരക്കൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കാതെ തന്നെ നീ പോയിക്കോ എന്നൊക്കെ ജോൺ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ പോവുകയുള്ളൂ എന്നായിരുന്നു ഉൺഹോയും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറെ നേരത്തിന് ശേഷം സുഹന്റെ ഒരു കോളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് അവനും മൂവിക്ക് വേണ്ടിയൊക്കെ പോകുന്നത്. അങ്ങനെ ഉൺഹോ പോകുന്ന വഴിക്ക് മൂവിയുടെ ഒരു പോസ്റ്ററൊക്കെ കാണുമ്പോഴത്തേക്കും സുഹുനെ ആയിരുന്നില്ല, മറിച്ച് ജിയുണിനെ ആയിരുന്നു അവനും ഓർത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജിയോണും ഉൺഹോനെ കുറിച്ചൊക്കെ ഓർക്കുന്നു. സോ ജിയോണും നേരെ ഉൺഹോനെ അന്വേഷിച്ചൊക്കെ പോകുന്ന സമയത്ത് ഉൺഹോയും ജിയോണിനെ അന്വേഷിച്ച് ഓഫീസിലേക്ക് എത്തുന്നു. ഈ ഒരു സമയത്ത് അവിടെ ജിയോണിനെ കാണുന്നില്ലെങ്കിൽ പോലും അവളുടെ ടേബിളിലൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിൽ നിന്നും അവളെ ലാസ്റ്റ് സെർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മൂവിനെ കുറിച്ചാണെന്നൊക്കെ അവനും മനസ്സിലാക്കുകയാണ്. സോ ഇപ്പോൾ ജിയോൺ അവനെ അന്വേഷിച്ചൊക്കെ മൂവി തിയേറ്ററിന്റെ മുമ്പിലൊക്കെ എത്തിയതിനു ശേഷം അവനെ കാണാതെയൊക്കെ ആക്കുമ്പോഴത്തേക്കും അവളും കോളൊക്കെ ചെയ്യുന്നു. അവളുടെ നേരെ ഓപ്പോസിറ്റൊക്കെ ആയിരുന്നു ഓൺ ഹോയും നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവൻ ആ കോളൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നീ മൂവിക്ക് പോകരുതെന്നൊക്കെയാണ് ജിയോൺ പറയുന്നത്. പക്ഷേ അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന അവനും ഞാൻ നിന്റെ ഒപ്പമൊക്കെ മൂവിക്ക് പോകുന്നതായിരിക്കുമെന്ന ഒരു മറുപടിക്ക് അവൾക്കും കൊടുക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു വന്ന് ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ജിയോണും ഉൺഹോയും മനസ്സൊക്കെ തുറന്ന് പരസ്പരം സംസാരിക്കുകയാണ്. ജിയോന്റെ ലൈഫിൽ എല്ലാ ദിവസവും ഒരുപോലെയൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉൺഹോനെ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഉൺഹോയുടെ വീട്ടിലൊക്കെ ചെന്ന അന്നായിരുന്നു ഒരു വീടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന ഒരു തോന്നലൊക്കെ അവളുടെ ഉള്ളിലും ഉണ്ടാക്കിയതെന്നൊക്കെയാണ് അവളും പറയുന്നത്. മാത്രമല്ല അവൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങളും മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്ന ശീലമൊന്നും തന്നെയില്ല. അതുകൊണ്ടായിരുന്നു ഉൺഹോയുടെ അടുത്ത് അവൾക്ക് ഉൺഹോനെ ഇഷ്ടമാണെന്നൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതും. ഓഫീസിലുള്ള ഒരാളുമായിട്ട് ഡേറ്റിംഗ് ചെയ്യണമെന്ന് ഒരിക്കലും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല വർക്കിന്റെ കാര്യവും പേഴ്സണൽ ആയിട്ടുള്ള ലൈഫും രണ്ടാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് അവൾ. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഉൺഹോനെ സ്നേഹിക്കുന്നൊക്കെയുള്ള കാര്യമൊക്കെ ഓർത്തിട്ട് അവൾക്കും അതിശയമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ മകൾക്ക് വേണ്ടി മാത്രമായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കിടയിൽ മറ്റൊരാൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് എനിക്ക് സ്നേഹം തോന്നിയപ്പോൾ എല്ലാം തന്നെ ഞാനും എന്നെ കൺട്രോൾ ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിച്ചു. പക്ഷെ എനിക്കും അതിന് സാധിക്കാതെ പോയെന്നൊക്കെ ഉൺഹോയും അറിയിക്കുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ഉൺഹോ പറയുമ്പോഴത്തേക്കും ജിയോണും ഇതേ കാര്യം തന്നെ തിരിച്ച് അവന്റെ അടുത്തും പറയുന്നു. തിരിച്ച് അവളെ വീട്ടിലേക്കൊക്കെ കൊണ്ടാക്കുന്ന സമയത്തെല്ലാം തന്നെ അവളും അവന്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പോരാതെ വീട്ടിലേക്ക് എത്തി കഴിയുന്ന സമയത്തും നീ വണ്ടിയിൽ നിന്നും ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളും പെട്ടെന്ന് തന്നെ ഒറ്റയ്ക്ക് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഓടുന്നു. പിന്നീട് അന്ന് രാത്രി എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിന്റെ അഭിപ്രായം എന്തായിരിക്കും എന്നൊക്കെ ഉൺഹോയും ബ്യോളുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ 7 വയസ്സായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിനക്ക് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടാകുന്നത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമൊക്കെയാണ്. മാത്രല്ല നീയും ഒരുപാട് ചിരിച്ചു കാണണമെന്നൊക്കെയാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നായിരുന്നു ബ്യോളിന്റെ മറുപടി. സുഹൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടായിരുന്നു ഉൺഹോയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉൺഹോ വരികയില്ല എന്നൊക്കെ അറിയിച്ചതിന്റെ വിഷമത്തിലൊക്കെയാണ് ചൊഹോന്റെ കൂടെയൊക്കെ അവളും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടായിരിക്കാം അവൻ വരികയില്ല എന്നൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് അവൾ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ വർക്കിൽ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കാം അവനും വരുന്നില്ല എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചൊഹോണും അവളോട് പറയുന്നു. ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയാകട്ടെ എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൾ ഇപ്പോഴും എന്നെ ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റിനെ പോലെ മാത്രമാണ് കാണുന്നതെന്നൊക്കെ അവൻ അറിയിക്കുമ്പോഴത്തേക്കും
എന്റെ ക്രഷിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ മിക്കപ്പോഴും അവന്റെ കൂടെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഞങ്ങൾ ഒന്നിച്ചുള്ള എല്ലാ സമയത്തും അവൻ ഞങ്ങളുടെ കുട്ടികളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നൊക്കെ അവൾ അറിയിക്കുന്നു. പക്ഷെ അതിലും കഷ്ടം എന്റെ കാര്യമല്ലേ? എന്റെ ക്രഷ് ഓഫീസിൽ തന്നെ ഉള്ളതാണ്. ഞാനും അവളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അവളാകട്ടെ മറ്റൊരാളെയാണ് ശ്രദ്ധിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ ഡേറ്റ് ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാണെന്നൊക്കെ അവനും അറിയിക്കുന്നു. എനിക്കൊരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടന് എന്റെ സ്വഭാവം ഒന്നും ആയിരുന്നില്ല. എങ്കിൽ പോലും അവൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് കാലമൊക്കെ ആയിരിക്കുന്നു. ഞാൻ ഇപ്പോഴും അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം തന്നെ ഞാനും എന്റെ അച്ഛനെ വെറുക്കുകയാണെന്നൊക്കെ ജോഹോൺ അറിയിക്കുമ്പോഴത്തേക്കും എന്റെ ചേച്ചിക്കും ഹസ്ബൻഡിനും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചതായിരുന്നു. അവരുടെ കുട്ടിയാണ് ഇപ്പോൾ എന്റെ ഒപ്പം ഉള്ളത്. എന്തായാലും എന്റെ ലൈഫ് ഇങ്ങനെ മാറിയതിന് കാരണം തന്നെ അവനാണ്. അവന് വേണ്ടിയിട്ട് ഞാനും ഓരോ കഥകളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. പിന്നീട് അതൊക്കെ ഞാൻ ബുക്കാക്കി പബ്ലിഷ് ചെയ്യുവാനും തുടങ്ങി. അങ്ങനെയാണ് എന്റെ ലൈഫ് മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും അറിയിക്കുന്നു. ഇത്രയ്ക്ക് നല്ല സ്വഭാവമൊക്കെയുള്ള നിന്റെ ക്രഷ് മനസ്സിലാക്കാതെയൊക്കെ പോയല്ലോ. അതുകൊണ്ട് തന്നെ അവനൊരു മണ്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോഹോണും സംസാരിക്കുന്നു. പിറ്റേ ദിവസം കുട്ടികളെ സ്കൂളിലേക്ക് ആക്കുവാനായിട്ടായിരുന്നു സിഹോണും ഉൺഹോയും കൂടി ഒന്നിച്ച് നടന്നു വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. തലേ ദിവസം മൂവിക്കൊക്കെ വരുവാനായിട്ട് സാധിക്കാതെ പോയതിലേക്ക് ഉൺഹോ സിഹോണിന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അടുത്ത തവണ ഒന്നും കൂടി ടിക്കറ്റ് ഒക്കെ മേടിക്കാമെന്നായിരുന്നു അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടുത്ത തവണ ടിക്കറ്റ് ഒക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകാം. അവർക്കും മൂവീസ് ഒക്കെ കാണുന്നത് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവനും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇന്നലെ നീ ജിയുടെ ഒപ്പമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അതേ എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിന്റെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അവനും അവളുടെ കൂടെയൊക്കെ നിന്നിട്ടുണ്ടാവുക എന്നൊക്കെ സിഹോണും തെറ്റിദ്ധരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്കൊക്കെ ഉൺഹോ എത്തുമ്പോഴത്തേക്കും ജിയോണും ലിഫ്റ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനെ കൂട്ടാതെയൊക്കെ അവൾ ഒറ്റയ്ക്ക് ലിഫ്റ്റിലൊക്കെ കയറി പോകുന്നു. അങ്ങനെ ഇരിക്കെ തലേ ദിവസം രാത്രി നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ തന്നെ സീക്രട്ട് ആയിട്ടൊക്കെ വെക്കണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവനും ഓർക്കുകയാണ്. പിന്നീട് അവളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വരുന്ന സമയത്തും അവൻ അവളെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഒരു ചിരി പോലും അവൾ തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ കർട്ടൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കർട്ടൻസ് ഒക്കെ താഴ്ക്കുവാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനോട് അവിടെ നിന്നും ഇറങ്ങി പോകുവാനായിട്ടൊക്കെയായിരുന്നു അവളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അവൾക്ക് അതൊക്കെ കണ്ടിട്ട് ചിരി വരുന്നുണ്ടെങ്കിൽ പോലും അവളും അതൊന്നും തന്നെ ഉൺഹോയുടെ അടുത്ത് പ്രകടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. ജിയോന്റെ മുമ്പിലൊക്കെ ഞാൻ നാണം കെട്ട് പോയല്ലോ, ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഉൺഹോ ഇരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് ക്വാങ് ഹി കൂടി എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നീയും ജിയോണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ക്വാങ് ഹിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ജിയോൺ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും രണ്ടായിട്ടൊക്കെയാണ് കാണുന്നതെന്നുള്ള ആ ഒരു കാര്യമൊക്കെ ഉൺഹോയും ഇപ്പോൾ ക്വാങ് ഹിനെ അറിയിക്കുന്നു. അങ്ങനെ ഉൺഹോ അവിടെ നിന്ന് പോയൊക്കെ കഴിയുമ്പോഴത്തേക്കുമായിരുന്നു ക്യുൻഹോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് നീ നന്നായി വർക്കൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ക്വാഹിയും അവളുടെ കയ്യിലൊക്കെ പിടിച്ചിട്ടൊക്കെ പോകുന്നു. ശരിക്കും ഇവരും ഡേറ്റ് ഒക്കെ ചെയ്യുകയാണ്. എങ്കിൽ പോലും അത് എല്ലാവരുടെ മുമ്പിൽ രഹസ്യമാക്കിയൊക്കെ വെച്ചിരിക്കുകയുമാണ്. സോ ക്വാങ്ഹയ്ക്കും ആകെ നാണമൊക്കെ വന്ന് ഒളിച്ചിരിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.